അപ്പോൾ എന്താ നോക്കിയിരിക്കുന്നത്, നമുക്കൊരു അടിപൊളി റമദാൻ കഞ്ഞി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് നമ്മൾ നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാം. അത് ഒരു 2 കപ്പോളം ഉണ്ടാവും കേട്ടോ, 2-2.5 കപ്പോളം ഉണ്ടാവും. അതിലോട്ട് പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ റാഗിപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർക്കാം. ഞാനിപ്പോൾ റാഗിപ്പൊടി ഉള്ളതുകൊണ്ട് റാഗിപ്പൊടി ചേർക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് കട്ടൊന്നും ഇല്ലയെന്ന് ഉറപ്പ് അതിന് ശേഷം മാത്രം നമ്മൾ അടുപ്പ് ഓണാക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് ചിക്കൻ സ്റ്റോക്ക് എന്ന് വെച്ചാൽ ചിക്കന് വെറുതെ ഒന്ന് വേവിച്ചെടുക്കുക. ആ ഒരു വെള്ളമാണ്, ഉപ്പ് പോലും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഉപ്പും കുരുമുളകും ഇപ്പോഴാണ് കേട്ടോ ചേർക്കുന്നത്. ചിക്കൻ വേവിക്കുമ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. ആ സ്റ്റോക്ക് ചേർത്തിട്ട് നല്ല രീതിക്ക് തിളപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർക്കാൻ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ എന്ത് വേണം, നമ്മൾ നെയ്യിൽ നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി റമദാൻ കഞ്ഞി റെഡിയാണ്. അപ്പോൾ എന്താണ്, ട്രൈ ആക്കല്ലേ, വേഗം ട്രൈ ആക്കിക്കോളിട്ടാ.